സിപിഐഎമ്മിനെയും കോൺഗ്രസിനെയും RSS ബന്ധം ഓർമ്മിപ്പിച്ച് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. RSSന്റെ പേരിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ആരെയാണ് കബളിപ്പിക്കുന്നതെന്ന് മുൻ തെരഞ്ഞെടുപ്പുകൾ ചൂണ്ടിക്കാട്ടി PS ശ്രീധരൻപിള്ള ചോദിച്ചു. അതേസമയം RSS ADGP കൂടിക്കാഴ്ചയിലെ വിമർശനങ്ങൾക്ക് കടുത്ത ഭാഷയിലായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. RSS നേതാക്കളുമായി ADGP MR അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ച വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയ സാഹചര്യത്തിലാണ് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ പ്രതികരണം. RSSന്റെ പേരിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ആരെയാണ് കബളിപ്പിക്കുന്നതെന്നാണ് ചോദ്യം. 1977ലെയും 1980ലെയും തെരഞ്ഞെടുപ്പുകൾ ചൂണ്ടിക്കാട്ടിയാണ് RSS ബന്ധത്തിൽ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും മറുപടി. 77ലെ തെരഞ്ഞെടുപ്പിൽ ഉദുമയിൽ KG മാരാർ എന്ന RSS വിസ്താരകന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഫുൾ ചാർജ് ആർക്കായിരുന്നു? ആരെയാ അന്ന് പിന്തുണച്ചത്? RSSന്റെ നിരോധനം പിൻവലിക്കണമെന്നുള്ള ആവശ്യം ഉൾപ്പെടെ ഉന്നയിച്ചപ്പോൾ അതിനനുസരിച്ച് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞവരല്ലേ ഇന്നിപ്പം തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ, കണ്ടുകൂടാ. 80ലെ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് O രാജഗോപാലായിരുന്നു പാർലമെന്റിലേക്കുള്ള പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി, രണ്ടുപേരിലൊന്ന്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനറായിരുന്നു മുസ്ലിം ലീഗിന്റെ ചെറുക്കുള അബ്ദുള്ള. അദ്ദേഹത്തെ പിന്താങ്ങിയതാരാ? നേരത്തെ പറഞ്ഞത് LDF ആണെങ്കിൽ ആ പറഞ്ഞെങ്കിൽ ഇത് UDF ആണ്. ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനെയും PS ശ്രീധരൻപിള്ള ന്യായീകരിച്ചു. കൂടിക്കാഴ്ചയെ പിന്തുണച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും രംഗത്തെത്തി. കൂടിക്കാഴ്ചയെ വിമർശിക്കാൻ യോഗ്യതയുള്ളവർ കേരളത്തിലുണ്ടോ എന്ന് സുരേഷ് ഗോപി. ആരാണ് കൽപ്പിക്കുന്നത്? ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉള്ളതാണ്. അങ്ങനെ അൺടച്ചബിലിറ്റി കൽപ്പിക്കുന്ന, പ്രൊമോട്ട് ചെയ്യുന്നവരും അതിൽ തുല്യ ക്രിമിനലുകളാണ്. മാസപ്പടി വിവാദത്തിൽ നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയ വിശദീകരണത്തിന് സുരേഷ് ഗോപിയുടെ പരിഹാസം. ആരെയും ദ്രോഹിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ച് ശുദ്ധമാണെന്നൊന്നും പറയത്തില്ല. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ശുദ്ധമാണ്, ഒരാളെയും ദ്രോഹിക്കില്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ ദ്രോഹിക്കാൻ വരുന്നവരെ വിടുകയുമില്ല. കോഴിക്കോട് PP മുകുന്ദൻ അനുസ്മരണത്തിലായിരുന്നു ഗവർണറുടെയും കേന്ദ്രമന്ത്രിയുടെയും പ്രതികരണം. തൃശൂരിൽ സുരേഷ് ഗോപി എങ്ങനെ വിജയിച്ചെന്ന് പഠിക്കണമെന്നും ഇങ്ങനെ സാഹസികമായി ആരും രാഷ്ട്രീയത്തിൽ വന്നിട്ടില്ലെന്നും PS ശ്രീധരൻപിള്ള പറഞ്ഞു. 24 കോഴിക്കോട്.